ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാവുകളൊക്കെ പൂത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ പൂക്കാൻ പോകുന്ന ചെടികൾക്ക് അല്ലെങ്കിൽ പൂത്ത് ഇരിക്കുന്ന ചെടികൾക്ക് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിത ചക്രത്തിലെ ഒരു വർഷം കൂടെ മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2022 നമ്മൾ 2023 കടക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ജൈവ യാത്രയിൽ, നമ്മുടെ ഈ യൂട്യൂബ് യാത്രയിൽ സപ്പോർട്ട് ചെയ്ത, ഒരു വർഷമായിട്ട് സപ്പോർട്ട് ചെയ്ത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും കൂടെ നിന്നവർക്കും വിളിച്ച് സപ്പോർട്ട് ചെയ്തവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ സൗഹൃദ കൃഷി കൂട്ടായ്മയിലെ രാജൻ സാറ്, മലബാർ സിമൻറ്റിലെ ബൈജു, അതേമാതിരി IT വിദഗ്ധൻ ബാംഗ്ലൂരിലെ മുഹമ്മദ് സാഹിബ്, ഇവരൊക്കെ തന്ന പ്രചോദനവും കൂടെ നമ്മുടെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൊയൽക്കിണറിനെ സംബന്ധിച്ചിട്ട്. ആ സമയത്ത് കൂടെ നിന്ന കാലിക്കറ്റ് CI, പേര് ഞാൻ പറയുന്നില്ല, അവർക്കും അഡ്വക്കേറ്റിനും ഒരു പ്രതിഫലവും വാങ്ങാതെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത അവർക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇപ്പം അടുത്തടുത്ത് നിങ്ങളെ കാണുന്ന ചെറിയ പൊട്ടലുകളും ചീറ്റലുകളൊക്കെയാണ്. അതൊക്കെ ആളുകൾ അറിയാത്ത അസർബൈജാൻ, ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ചില ഐഡികളൊക്കെ ഒന്ന് പരിശോധനയ്ക്ക് കൊടുത്തപ്പോൾ അസർബൈജാനിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിന്നൊക്കെ ഉണ്ടാക്കിയ ഐഡികളാണ്. അപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് പുച്ഛിച്ച് തള്ള. സ്വന്തം ധൈര്യമില്ലാത്ത കുറച്ച് ആളുകൾ, സ്വന്തം ID വെളിപ്പെടുത്താത്ത, പേര് വെളിപ്പെടുത്താത്ത കുറേ ആളുകൾ കൂടെ നിന്ന്, അതിലുപരി അതിൻ്റെ ഒരു 10-100 ഇരട്ടി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അത് 100, 150, 200 കിലോമീറ്റർ, 300 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് റാസ് ഗാർഡൻ എന്നൊരു ചെടി വാങ്ങണം എന്ന വാശിയിൽ ഇവിടെ വന്ന ഒരുപാട് പേരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വീണ്ടും അവരെ ഞാൻ കാണിക്കുന്നില്ല. അപ്പം ഇന്നലെ വരെ തൃശ്ശൂർ, ഏറ്റവും നമ്മളെ ചെടികളുടെ കേന്ദ്രമാണ് തൃശ്ശൂർ മണ്ണുത്തി, അവിടെ നിന്ന് വരെ ഒരു ഫാമിലി വന്നിട്ട് ചെടികൾ വാങ്ങി. അതേപോലെ വയനാട്, ഞാൻ അവരൊക്കെ കാണിക്കാം, വയനാട് പിന്നെ മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 6 മണിക്കൂറുകളോളം സഞ്ചരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മനസ്സിൽ കയറി പറ്റി എന്നുള്ളതാണ്. റാസ് ഗാർഡൻ അവരുടെ ജനഹൃദയങ്ങളിൽ കയറി പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കയറി വന്നു. നിങ്ങളെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് പലരും എന്നെ കാണുന്നത്. അപ്പം അതിലൊക്കെ ഉള്ളൊരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ കൂടെ നിന്നവർക്ക് പ്രത്യേകിച്ച്, പിന്നെ ഇപ്പോൾ നമുക്ക് IT മേഖല, ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാത്ത ഒരു സമയത്താണ് നമ്മളിത് തുടങ്ങിയത്. എഡിറ്റിംഗ് എന്താണ് ഒന്നും അറിയാത്ത ചിലർ സൗണ്ട് കേൾക്കുന്നില്ല, മറ്റേത് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ ശരിയാവും, അങ്ങനെ ഫുൾ സപ്പോർട്ടുകൾ തന്ന ഒരുപാട് പേരുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും അല്ലാതെയും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്നതിന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ചെടികൾക്ക് ഇതേപോലെ പൂവിട്ട ചെടികൾക്കാണെങ്കിൽ അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ മഴയത്ത്. എൻ്റെ ഒരു 60% ചെടികളും പൂവിട്ടതും ഈ കഴിഞ്ഞ ആഴ്ചയിൽ, അതിൻ്റെ മുമ്പത്തെ ആഴ്ചത്തെ മഴക്ക് കംപ്ലീറ്റ് പോയി. ഇനി അതിൻ്റെ കോല് മാത്രമേ ഉള്ളൂ. പൂമ്പടികളൊക്കെ നഷ്ടപ്പെട്ട് ഡ്രൈ ആയി കണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നേ കുറച്ച് മാങ്ങകൾ പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ രക്ഷപ്പെടുമായിക്കാരം. ഇത് നമ്മുടെ നാംഡോക്കിയാണ്. അപ്പോൾ അതൊക്കെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇനി ഉള്ള, ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ 2 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിരുന്നു, നമ്മളെ ഒരുങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊടുക്കേണ്ട വളങ്ങളൊക്കെ. ഇനി നമ്മൾ അതിനെ പിന്നെ ഇപ്പോഴത്തെ ഈ ടൈമിൽ, അത് തന്നെ ഫ്ലവറിങ് ടൈമിലും ഫ്ലവർ ഇട്ടിട്ടും സമയത്തും കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇടാൻ പോണ ചെടിക്കും കൊടുക്കാൻ പാടില്ലാത്തതും കൊടുക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ സമയത്ത് നൈട്രജൻ അടങ്ങിയ വളം ഒരിക്കലും കൊടുക്കരുത്. കാരണം അത് ചെടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയുള്ളൂ. നൈട്രജനും ഫോസ്ഫറസും വലിയ അളവിലുള്ള വളം കൊടുക്കരുത്.
അങ്ങനെ NPK എന്ന് എടുക്കുകയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും, നൈട്രജന് 0 ആയിരിക്കണം, ഫോസ്ഫറസ് ഇനിയിപ്പോൾ ഒരു 6.5 അല്ലെങ്കിൽ 1 or 2 ആയാലും കുഴപ്പമില്ല. പൊട്ടാഷ് ഒരു 30 to 50% ഉള്ള ഒരു വളമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ജൈവമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ പഴത്തിൻ്റെ തൊലി ഉണ്ടല്ലോ അതിനെ കഴിച്ച് വെക്കാൻ പറ്റിയ ഒരു പൊട്ടാഷ് അടങ്ങിയ വളമില്ല. ഞാൻ ഒരുപാട് നോക്കിയപ്പോഴും അന്വേഷിച്ചപ്പോഴും സെർച്ച് ചെയ്തപ്പോഴും പഴത്തൊലിനെക്കാട്ടിയും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയ ഒരു വളമില്ല. അതിൽ നൈട്രജൻ 0 ആണ്, ഫോസ്ഫറസ് ആണെങ്കിൽ 3 point something അങ്ങനെ എന്താണ് കാണുന്നത്, പൊട്ടാഷിൻ്റെ അംശം 49.4 അങ്ങനെ എന്താണ്. അപ്പോൾ അതിലും വലിയൊരു വളം നമുക്ക് കിട്ടാനില്ല. പഴത്തൊലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിച്ചാൽ അതൊന്ന് കൊണ്ടുവന്ന് വെയിലത്തിട്ടിട്ട് ഒരു 2 ദിവസം ഉണക്കി ഡ്രൈ ആക്കി ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, പച്ചയിൽ കൊടുന്ന പാട് ചെറിയ കഷ്ണങ്ങളാക്കുക, എന്നതിൻ്റെ ശേഷം ഉണക്കിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി തടത്തിലിട്ട് കൊടുത്താലും മതി. ഇത് ഈ പൂവിട്ട ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ് ഈ പൊട്ടാഷ്. കൂടുതൽ ഫ്ലവറുകൾ ഉണ്ടാവാനും പിന്നെ ഈ പൂവിടാത്ത കമ്പുകളിലൊക്കെ പൂവിടാനൊക്കെ പൊട്ടാഷിൻ്റെ അളവ് കൂടി കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഈ പൂവിട്ടത് കായകൾ പിടുത്തം കുറവാകും. അതിൻ്റെ പിന്നെ പരാഗണം നടന്നാലും പെട്ടെന്ന് കായ്കൾ കൊഴിഞ്ഞു പോകും കറുത്തടിച്ചിട്ട്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ മാംഗോ ഡ്രോപ്പിംഗ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കോമ്പി2, അതേപോലെ അത് വാട്ടർ സോൾബിളാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടിയിലിട്ട് കൊടുക്കാനാണെങ്കിൽ വളപ്പീടിയെ ചെന്നിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ഗ്രാനുവൽ ടൈപ്പിൽ വരുന്നുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ 2 സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് 3-1 ചുരുക്കുക. നമ്മൾ ഡ്രമ്മിൽ എന്നും വെള്ളം കൊടുക്കാറുണ്ട് ഈ സമയത്തിൻ്റെ മുന്നേ. കാരണം ഞാൻ പൊതുവെ പറയാറുണ്ട് ഡ്രമ്മിലുള്ള ചെടികൾക്ക് ഡെയിലി നനയ്ക്കണമെന്നുള്ളത്. അത് ഈ ഒരു പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂടാനുള്ളൊരു ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-1 ചുരുക്കുക. അതുതന്നെ 2 ദിവസം ഇടപെട്ടിട്ട് നനയ്ക്കുക. അത് പൂവിട്ട് കഴിഞ്ഞാൽ പഴയ പോലെ കണ്ടിന്യൂസ് നമ്മൾ നനക്കും വേണം. പൂവ് വിരിഞ്ഞ് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ നന പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ പൂവ് ഇടുന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ ഒരിക്കലും പെസ്റ്റിസൈഡ് സ്പ്രേ ഒന്നും ഉപയോഗിക്കരുത്. ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് പിന്നെ ആ ചെടിയിലുള്ള പരാഗണം പോളിനേഷന് കാര്യങ്ങളൊക്കെ കുറക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂവിട്ട് കഴിഞ്ഞ് അത് ഉണ്ണിമാങ്ങ ആകുന്നവരെ ഈ ഒരു പ്രായം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുവരെ നമ്മൾ കിട്ടുന്ന പൂവ് കിട്ടട്ടെ, ബാക്കിയുള്ളത് പോട്ടെ എന്നുള്ള നിലയ്ക്ക് വേണം നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ വയനാട്ടിൽ നിന്ന് വന്നവരോ മാനന്തവാടി അവരൊന്ന് കാണിക്കാം. കാരണം അത്രയും ദൂരം സഞ്ചരിച്ച് വന്നവരാണ്. അതും ഒരു അമ്മ ഒറ്റയ്ക്ക് ഒരാളെ സഹായത്തിനില്ലാതെ ഒരു കുടുംബത്തിലൊരു പയ്യനെ വിളിച്ചിട്ടാണ് വന്നത് പ്ലാന്റുകൾ വാങ്ങാൻ. അപ്പോൾ അവരൊന്ന് കാണിക്കാം. നമുക്കൊന്ന് വന്ന ഗസ്റ്റാണ് വയനാട്ടിൽ നിന്നുള്ള. വയനാട്ടിലെവിടെ നിങ്ങൾ? മാനന്തവാടി. നമ്മളെ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് മാനന്തവാടിയിൽ നിന്ന്. ഓക്കെ, വീഡിയോ ഒക്കെ സ്ഥിരം കാണാറുണ്ടോ? എല്ലാ വീഡിയോ കാണാറുണ്ട്. ഓക്കെ, കൂടെ തന്നെ ഞാൻ പറഞ്ഞ പിന്നെ എന്താ പറയുക തൃശ്ശൂരിലെ. അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളെ നാട്ടുകാർ ഞങ്ങൾ അടിക്കും. പിന്നെ ബാറയിൽക്ക് ഈത്തപ്പഴം കയറ്റുന്ന പരിപാടിയാണുള്ളത്. അപ്പോൾ അങ്ങനെ അത് അവർ ഞാൻ വന്ന് കാണിക്കാം. മണ്ണുത്തി എല്ലാരും മണ്ണുത്തി തന്നെ. റാസ് ഗാർഡൻ കാണാൻ വന്നവരാണ് തൃശ്ശൂരിൽ.
ചെടിയുടെ ഈറ്റിലെത്തുന്നാണ് അങ്ങോട്ട് പറഞ്ഞത്. ഞങ്ങളാ ഭാഷയിൽ പറഞ്ഞാല് സൗദിയിലേക്ക് ഈത്തപ്പഴം കയറ്റാന്ന് പറയും. അല്ലെങ്കിൽ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ പുഴയിലേക്ക് മണ്ണടിക്കുക, അങ്ങനെയും പറയാ. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളൊരു കമന്റ് കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്താ പറയാ, പത്തനംതിട്ടയിലേക്ക് വണ്ടി സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെതായാലും ഞങ്ങൾക്ക് വേണ്ട വില കൂടുതലാണ്, ഞങ്ങൾക്ക് ഡാഷ് മജീദാക്കാൻ്റെ ഡാഷ് നഴ്സറിയിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞൊരു വിദഗ്ധനുണ്ട്. അങ്ങനെ ഞാൻ ആ പേരൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനൊരു മലപ്പുറത്തുകാരനാന്ന് ഉറപ്പിച്ചിരിക്കണ്. പിന്നെ എന്തിനാണ് വെറുതെ വിളിക്കാത്ത സദ്യക്ക് വരുന്നത്? പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ, ഞാൻ പത്തനംതിട്ടയിൽ കൊല്ലം തിരുവനന്തപുരത്തുള്ളവരോടല്ലേ ചോദിച്ച് മലപ്പുറം കാക്ക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കച്ചവടമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, അതിനിപ്പോൾ ഞാൻ നിവൃത്തിയൊന്നുമില്ല, നിങ്ങൾ നല്ല സാധനങ്ങൾ കൊടുക്കും, അപ്പോൾ ആളുകൾ അവിടെ വരും. ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ 800 രൂപയ്ക്ക് നാംഡോക്കി വാങ്ങി നിങ്ങളടുത്തുള്ള തൈനെക്കാട്ടി നിങ്ങൾ കാണിച്ചതിനെക്കാട്ടി വലിയ തൈയാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതൊന്ന് ഫോട്ടോ വിട്ട് തരാൻ പറഞ്ഞു. ഫോട്ടോ വിട്ട് തന്നപ്പോഴാണ് നമ്മുടെ തായ് വസ്ത്രം വാങ്ങാൻ കൊടുത്തിട്ടാണ്, നമ്മളിവിടെ 800 രൂപയ്ക്ക് വിൽക്കുന്ന ഈ ഹൈറ്റുള്ള തായ് വസ്ത്രം കൊടുത്തിട്ടാണ് നാംഡോക്കി മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് ആ സാധുവിനെ പറ്റിച്ചിട്ടുള്ളത്. അവിടെ പോയി അയാൾ പൈസ തിരിച്ച് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ ആളുകൾക്ക് ജെന്യുവനായിട്ട് കൊടുക്കുക, അപ്പോൾ ആളുകൾ അവിടെ വരും. പിന്നെ ഈ തൈകൾ കാണാതെ ദൂരെ നിന്നൊക്കെ ഓർഡർ തരുന്നവർ ഓവർ എക്സ്പെക്റ്റേഷന് പാടില്ല. കാരണം നാംഡോക്കി മാങ്ങൻ്റെ വലുപ്പം, മിയാസാക്കിൻ്റെ വലുപ്പം, അതൊക്കെ നമ്മുടെ നീലം മാങ്ങി, പിന്നെ കാലാപ്പാടി അല്ലെങ്കിൽ മറ്റുള്ള ചേലം മാങ്ങ അല്ലെങ്കിൽ മൂവാണ്ടം മാങ്ങൻ്റെ ഒക്കെ തൈൻ്റെ വലുപ്പം കിട്ടണമെന്നുള്ള ചില സിനിമക്ക് പോകുമ്പോഴുണ്ടല്ലോ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകണേ. അവിടെ പൊളി പാടം, അങ്ങനെ പടം, മാസ് പടം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് പോയാലൊന്നും ഉണ്ടാവില്ല. അതേപോലത്തെ ഒരു അവസ്ഥ ആയിരിക്കും ഉണ്ടാകുക. കാരണം ഒരു പ്ലാന്റിന് ആദ്യം ആ പ്ലാന്റ് എന്താണെന്ന് പഠിക്കുക, അത് എത്രത്തോളം അവൈലബിലിറ്റി, അടുത്തുള്ള നഴ്സറികളിലൊക്കെ ചെക്ക് ചെയ്യുക, കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങുക. നമ്മളൊരു പ്ലാന്റ് കണ്ട് വാങ്ങുന്ന സുഖം എന്തായാലും അത് കാണാതെ വാങ്ങും. കാരണം വണ്ടിയിലൊക്കെ കയറ്റി വിടുമ്പോൾ കയറ്റൽ ഒക്കെ വരുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ അതിൻ്റെതായ പരിമിതികളും പ്രശ്നങ്ങളൊക്കെ എല്ലാ പ്ലാന്റുകൾക്കും ഉണ്ടാവും, ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവരവിടെ വന്നാൽ പ്രകടിപ്പിക്കും. കാരണം യാത്രാ ക്ഷീണം, വേരിളകൽ, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തണലത്ത് വെച്ച് ലെവലാക്കണം. കാരണം നമ്മൾ എല്ലാം ഇപ്പോൾ എൻ്റെ കൈ കൊണ്ടല്ലല്ലോ ഒരു വണ്ടി ലോഡ് ചെയ്യലൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിനൊക്കെ പണിക്കാരും കയറ്റലും, അപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ടിട്ട് എന്നെ വിളിക്കുക, റസാഖ് ഭായ് ഇങ്ങനെ തന്നെ എൻ്റെ പ്ലാന്റിന്, അങ്ങനെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അതിൻ്റെ പ്രതിവിധികളെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ മുക്കിലും മൂലയിലും നിന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റിൽ ഹൂയ് ഹായ് ഹൂയ് എന്ന് പറയൽ അതൊരു നല്ലൊരു പ്രവണതയൊന്നുമല്ല. എന്തുണ്ടെങ്കിലും വിളിക്കാം. പിന്നെ ഈ അസൂയക്കാരും കുശുമ്പുകാരൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങോട്ട് വിട്ടാളി എന്നുള്ള. എന്തായാലും ഇനിയിപ്പോൾ ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസിനൊന്നും ഇനി മറുപടി കൊടുക്കണ്ട. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട, വിട്ട് കളയാ, മൈൻഡ് ചെയ്യണ്ട, കണ്ട ഭാവം നടിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഇന്നലെ മുതൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സ്മൈൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു പൊട്ടാഷ് അടങ്ങിയ വളമാണ് നമ്മുടെ സീവീഡ് എക്സ്ട്രാക്റ്റ്. അത് പൗഡർ രൂപത്തിലും വാങ്ങിക്കാൻ കിട്ടും, ലിക്വിഡ് രൂപത്തിലും വാങ്ങിക്കണം. ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇലയിൽ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തോട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഈ രണ്ട് കാര്യങ്ങൾ പൊട്ടാഷിൻ്റെ കാര്യമാണെങ്കിലും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. എന്നാലും നമുക്കുള്ള പൂവിടാത്ത പിന്നെ ചെടികൾക്ക് പൂവിടിക്കാനും ഇട്ട പൂവുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ നല്ലതാണ്. കോമ്പി 2 ആൻഡ് പൊട്ടാഷ് അടങ്ങിയ ഒരു പിന്നെ സ്പ്രേ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ലിറ്റർ വെള്ളത്തേക്ക് 2 ഗ്രാമാണ് നമ്മൾ കോമ്പി 2 ഉപയോഗിക്കേണ്ടത്. 20 ലിറ്ററിൻ്റെ സ്പ്രെയറാണിത്. ഏകദേശം ഇത് കട്ട പിടിച്ചിട്ടുണ്ട്. ഒരു 40-50 ഗ്രാം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊട്ടാഷ് കൊടുക്കുന്നത് 5 ഗ്രാമാണ് പെർ ലിറ്റർ. 5 ഗ്രാമിൻ്റെ അനുപാതത്തിൽ നമ്മൾ പൊട്ടാഷ്യം
രണ്ടും കൂടെ ഒന്നിച്ചാണ് സ്പ്രേ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വളക്കീടിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചുവപ്പ് പൊട്ടാഷ് എന്ന് പറഞ്ഞത്. ഇത് വാട്ടർ സോളുബിളാണ്. നാംഡോക്ക് കണ്ടില്ലേ, അണ്ണാറക്കോട്ടന്മാർ പച്ചയിൽ വന്നിട്ട് പൊട്ടിച്ച് തള്ളിയിട്ടാണ്. അപ്പോൾ എന്താ നമ്മൾ അവരെ കൊണ്ട് ചെയ്യുക? ഞാൻ വന്നിട്ട് കവറിട്ട് കൊടുത്താണ്. കവറിട്ട് കൊടുത്താലും അതിമ വിടുന്നിട്ട് കെട്ടി അവർക്ക് വേറെ ഒന്നും ഇപ്പം ഫുഡായിട്ട് വേറെ കിട്ടാനില്ല. അതിൻ്റെ പിന്നെ ഈ അബിയുവിൻ്റെ തൈകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, പച്ചയിൽ കാർന്ന് തിന്നാണ്. വളരെ ലൈറ്റായിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. അത് പൂവിടാത്ത മാവുകളാണ്. ഇത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ പൂവിട്ടിരുന്നു, അത് കൊഴിഞ്ഞു പോയതാണ്. ഇനി ചിലപ്പോൾ രണ്ടാമത് പൂവിടാൻ ചാൻസ് ഉണ്ടെങ്കിലോ. ഇത് തീരെ പൂവിട്ടിട്ടില്ല. ഇതിനൊക്കെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും പൊട്ടാഷ്യം അടങ്ങിയ ഒരു മിശ്രിതമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളെ പോയ ചെടിയായിരുന്നു. ഇപ്പോൾ ചെറിയ തളിര് കാണുന്നുണ്ട്. നമ്മളെ കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ വേരൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോയ ചെടിയാണ്. അതിൻ്റെ ഇത് വരുന്നുണ്ട്. നമ്മളെ മല്ലികയാണ്. മല്ലിക പൂവിട്ട് വരുന്നുണ്ട്. ഇത് മല്ലികൻ്റെ തൈകളാണ്. നമ്മളെ ചൈനാത്രി ലിച്ചിയാണ്. ഇവർക്ക് അറിയാം എന്താ പറയുന്നുള്ളത്. ഇത് നാംഡോക്കി ഗോൾഡാണ്. ശരിക്കും പൊട്ടിച്ചിടേണ്ടതാണ്. പക്ഷെ ഞാനത് എന്താ പറയുക, 1-2 മാങ്ങ നമുക്ക് കായ്ച്ചിട്ട് ഗോൾഡ് ഒന്ന് കാണാലോ, വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇതിൻ്റെ ബാക്കിയുള്ള തൈൻ്റെതൊക്കെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു തൈൻ്റെ മാത്രം നിർത്തിയതാണ്. നമ്മളെ വിയറ്റ്നാം മുസംബിയാണ്. ഇത് ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞ മുസംബിയാണ്. ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ചെറുനാരങ്ങൻ്റെ ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് ഒഴിവാക്കാൻ. അപ്പോൾ ഇലകളൊക്കെ പൊട്ടിച്ച് നല്ല പൂവിട്ട് കായ്കളായി വരുന്നുണ്ട്. ഇത് ഹിമാപസന്തിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കാനുള്ള തൈകളാണ്. ഇത് പൂവിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗാർഡനിലെ സെറ്റപ്പ്. അപ്പോൾ ഇനി ഇത് പറഞ്ഞവർക്ക് ജൈവമായിട്ട് കൊടുക്കണവരിത് പറഞ്ഞല്ലോ ഞാൻ, പിന്നെ എങ്ങനെയാണെന്നുള്ളത്. പഴത്തിൻ്റെ തൊലിയും സീവീഡ് എക്സ്ട്രാക്റ്റുമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പൊട്ടാഷായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം. രാസവളം കൊടുക്കുകയാണെങ്കിൽ NPK എന്നുള്ളതിൻ്റെ ഫസ്റ്റത്തെ തണ്ട് ഒഴിവാക്കുക. 19 എന്നുള്ളിടത്ത് 0, 5, 30, 35, 40% വരെ പൊട്ടാഷുള്ള വളം നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ വെറും പൊട്ടാഷാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്
കൂടുതൽ നിങ്ങൾക്ക് അറിവുകൾ നൽകാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.